ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ശ്രീനിവാസൻ ഈ കൈനോട്ടക്കാരനെ ഓർത്തു എന്ന് പറയണം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനും എൻ്റെ മകൻ അനൂപ് സത്യൻ വരനാവശ്യമുണ്ടൊക്കെ ചെയ്തവൻ, അവനും ഞങ്ങളൊന്ന് രണ്ടുപേരും കൂടി ശ്രീനിവാസനെ കാണാൻ പോയപ്പോൾ ശ്രീനിവാസനെ ഇവനെ വിളിച്ചെടുത്തിട്ട് പറഞ്ഞു, ഞാനൊരു ഈശ്വരവിശ്വാസിയൊന്നുമല്ല, കടുത്ത ഈശ്വരവിശ്വാസിയൊന്നുമല്ല, പക്ഷെ ചില നിയോഗങ്ങളുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കേണ്ടി വരുന്നുണ്ട്. ചിലപ്പോൾ അത് ദൈവമാണോ വിധിയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. ശ്രീനിവാസൻ്റെ ഒരു അനുഭവം പറയാണ്. അതായത് ശ്രീനിവാസൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ശ്രീനിവാസൻ ഞാൻ മെലിഞ്ഞ് ഒരു വികൃത രൂപമാണ്. അപ്പോൾ തലമുടിയൊക്കെ പുള്ളി ഏതോ ഒരു ബെറ്റ് വെച്ചിട്ട് തലമുടി മുണ്ടനം ചെയ്തു. അപ്പോൾ തല വടിച്ച് മൊട്ടത്തിലായിട്ട് ഉള്ള ശ്രീനിവാസൻ്റെ രൂപം, അന്നത്തെ രൂപം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ശ്രീനിവാസൻ്റെ ഒരു ഫ്രണ്ട് കുമാരൻ മാഷ് എന്നൊരു മാഷ് ശ്രീനിവാസൻ്റെ അടുത്ത് പറഞ്ഞോളൂ, ഒരു കൈനോട്ടക്കാരനെ ഒന്ന് കാണാൻ പോകാം. അപ്പോൾ അയാൾ കടുത്ത മാർക്സിസ്റ്റുകാരനാണ്, അയാളും കൈനോട്ടക്കാരൻ്റെ വിശ്വാസമുള്ള ആളല്ല. പക്ഷേ അയാളൊന്ന് കാണാൻ പോകാന്ന് ഞാൻ നിർബന്ധപൂർവ്വം ശ്രീനിയെ വിളിച്ചു കൊണ്ടുപോവുകയും 2 രൂപയാണ് കൈനോട്ടക്കാരൻ്റെ ചാർജ്. ശ്രീനി തീരെ വിശ്വാസമില്ലാതെ കൈ നോക്കിയിട്ട് കൈനോട്ടക്കാരൻ പറഞ്ഞു അത്രേ, താൻ സിനിമയിൽ പോകും. അപ്പം തന്നെ ശ്രീനി അന്തം വിട്ടു. കാര്യം ആ രൂപം അന്നത്തെ സാഹചര്യം കണ്ട് സിനിമയിൽ പോകാൻ പറ്റുന്നല്ല. സിനിമയിൽ പോകുന്ന മാത്രമല്ല, സിനിമയിൽ 1-ൽ കൂടുതൽ ജോലികൾ ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് അതിന് ദേശീയ തലത്തിൽ അംഗീകാരം കിട്ടും. ഇയാൾക്ക് വട്ടാണെന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസൻ അവിടെ നിന്ന് പോകുന്നു. പക്ഷെ അത് മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. ശ്രീനിവാസൻ പിന്നെ എങ്ങനെയൊക്കെയോ സിനിമ പഠിക്കാൻ പോയി, സിനിമയിൽ വന്നു, കഥ എഴുതി, തിരക്കഥ എഴുതി, സംഭാഷണം എഴുതി, സംവിധാനം ചെയ്തു, അഭിനയിച്ചു. ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ശ്രീനിവാസൻ ഈ കൈനോട്ടക്കാരനെ ഓർത്തു എന്ന് പറയാണ്. അതായത് അയാൾ പറഞ്ഞതെല്ലാം ശരിയായിരിക്കുന്നു. സിനിമാ രംഗത്ത് വന്നു, സിനിമയിൽ 1-ൽ കൂടുതൽ ജോലികൾ ചെയ്തു, ദേശീയ അംഗീകാരം ലഭിച്ചു. ശ്രീനി അയാളെ അന്വേഷിച്ച് തലശ്ശേരി മുഴുവൻ നടന്ന അവസാനം കുമ്പളങ്ങിയിൽ വെച്ചിട്ട് പുള്ളി അറിയുന്നു, അയാളുടെ മകനെ കണ്ടു പറഞ്ഞ് അയാൾ മരിച്ചുപോയി എന്നറിഞ്ഞു. അപ്പോൾ ശ്രീനി പറയുന്നത്, ഇത് ആര് നിയോഗിച്ചതാണ്, ഇതെങ്ങനെയാണ് ഇയാൾക്ക് അങ്ങനെ ഒരു വലിയൊരു ആത്മജ്ഞാനം ഉണ്ടായിട്ടാവണമെന്നില്ല. അപ്പം നിയോഗങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കേണ്ടി വരുന്നു എന്ന് പറയും.